നമ്മുടെ വീഡിയോയിൽ ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മത്തങ്ങ മോരുകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നമുക്ക് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 4-5 പച്ചമുളകും കൂടെ കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ജീരകവും ഇട്ട് തേങ്ങ തിരുമ്മിയതും ഇട്ട് കൊടുത്തു. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അല്പം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഉടച്ചെടുക്കണം. മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന മത്തങ്ങയായിരുന്നു. നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരപ്പെല്ലാം ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് കടുക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്ന സമയത്ത് കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഉണക്കമുളകും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മത്തങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.